തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു കഴിഞ്ഞു. കേരളമൊട്ടാകെ UDF-നും തിരുവനന്തപുരത്ത് BJP-ക്കുമാണ് നേട്ടം. LDF സർക്കാരിന് എതിരായ ജനവികാരമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് UDF നേതാക്കൾ പറയുന്നത്, BJP നേതാക്കൾ പറയുന്നത്, പൊതുജനങ്ങൾ പറയുന്നത്. ഈ ഒരു LDF വിരോധം ഇപ്പോൾ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും BJP തിരുവനന്തപുരത്ത് മേയർ ആവുന്നത് തടയാനുള്ള ശ്രമമാണ് LDF-ഉം UDF-ഉം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ എല്ലായിടത്തും, കേരളം ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് CPM-ഉം കോൺഗ്രസും ഉള്ളത്. അവരെല്ലായിടത്തും പരസ്പരം മത്സരിക്കുകയാണ്, സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ബംഗാളിൽ ഈവൻ മമതാ ബാനർജിക്കെതിരെ പോലും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് CPM-ഉം കോൺഗ്രസും ചെയ്യുന്നത്. ഇതേ കോൺഗ്രസ് ആണ് കേരളത്തിൽ CPM-നെ എതിർക്കുന്നത്. CPM-ന്റെ ഭരണത്തിനെതിരായ വിരുദ്ധ വികാരം, ആ വിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കേരളത്തിൽ ഇപ്പോ UDF-ന് വലിയ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് BJP വരുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു സഖ്യത്തിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരുവനന്തപുരത്ത് 101 അംഗ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 100 അംഗങ്ങളുടെ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടന്നത്. ഒരു തെരഞ്ഞെടുപ്പ് ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് BJP-ക്ക് സാമാന്യം ശക്തി കുറഞ്ഞൊരു വാർഡാണ്. അതിനർത്ഥം 100 അംഗ വാർഡിൽ BJP-ക്ക് ഇപ്പോൾ 50 അംഗങ്ങളുണ്ട്. ബാക്കി 48 പേരാണ് UDF-ലും LDF-ലുമായിട്ടുള്ളത്. 27 പേർ LDF-ലും 19 പേർ UDF-ലും 2 പേർ സ്വതന്ത്രരും. അതിൽ ഒരു സ്വതന്ത്രൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച സുധികുമാർ. അദ്ദേഹം പാർട്ടിയുടെ വിമതനായിട്ട്, റിബലായിട്ട് മത്സരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. മറ്റൊരു സ്വതന്ത്രൻ CPM-ൽ നിന്ന് മുമ്പ് തെറ്റിപ്പോയ M രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തെ ഈയിടെ ശാരീരികമായിട്ട് അവർ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു വഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ. ഇപ്പോൾ വഞ്ചിയൂർ വാർഡിൽ നിന്ന് ജയിച്ച വഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതായത് BJP-യുടെ മേയർ വരാൻ പാടില്ല. അത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ളൊരു നീക്കമാണ് അതിന് പിറകിലുള്ളത്. കാരണം BJP മേയർ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് അത് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ വ്യാപകമായിട്ട് BJP-യുടെ വിജയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പൊതുവെ എല്ലാവരും ധരിച്ചിരുന്നത് കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ 2 പ്രധാനപ്പെട്ട മത്സരാർത്ഥികൾ, ഒന്ന് LDF-ഉം മറുഭാഗത്ത് UDF-ഉം ആണ് എന്നതിനാൽ LDF-ഉം UDF-ഉം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഒരുമിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷെ ഇപ്പോൾ ചടുലമായ നീക്കങ്ങൾ നടക്കുന്നത് എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് BJP മേയർ വരാതിരിക്കാൻ വേണ്ടി ഒരു പൊതു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ആ സ്ഥാനാർത്ഥിയെ LDF പിന്തുണയ്ക്കുന്നു. അതിനവർ പറയുന്നത് വർഗീയ ശക്തികൾ അകറ്റി നിർത്താൻ വേണ്ടിയാണെന്ന് പറയുന്നു. 2 സ്വതന്ത്രയും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ 2 സ്വതന്ത്രയും കാണാനുള്ള ദൂതന്മാരൊക്കെ അവരെ പോയി കണ്ടു എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ തെരഞ്ഞെടുപ്പുള്ള മത്സരത്തിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ UDF നടത്തുന്നത്, LDF നടത്തുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്തുണ്ടാവുക. LDF അവരെ പിന്തുണയ്ക്കുന്നു. സ്വതന്ത്രന്മാരെ ചാക്കിട്ട് പിടിച്ച് അവരുടെ കൂടി പിന്തുണ നേടാനാണ് ശ്രമം നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത്, ഒരു ഭാഗത്ത് VD സതീശനെ പോലുള്ള നേതാക്കൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചൊക്കെ വ്യാപകമായിട്ട് അവർ പറയുന്നു. അവർ ജനവിരുദ്ധ വികാരം ആണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് പറയുന്നു. ഭരണത്തെ അവർ വിമർശിക്കുന്നു. അതേ സമയത്ത് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട BJP-യെ, ജനങ്ങൾ കൂടുതലും പിന്തുണച്ച BJP-യെ മേയർ ആവുന്നതിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അധികാരത്തിലെത്തുന്നതിൽ തടയാൻ വേണ്ടി പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം ഭരണപക്ഷത്തുള്ള LDF-ഉം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു. കാര്യമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള സ്വതന്ത്രന്മാരെ കാണുന്നു. പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ ഇതിന്റെ സൂചനകൾ നൽകി കഴിഞ്ഞു. ഒരു കാരണവശാലും BJP അധികാരത്തിൽ എത്തിക്കില്ലെന്നവർ പറഞ്ഞിരിക്കുന്നു. അപ്പം കേരളത്തിന് പുറത്തുള്ള ഇന്ത്യ സഖ്യം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ, അതായത് ഒരു സംസ്ഥാനത്ത് വ്യാപകമായി LDF സർക്കാരിനെതിരായ ജനരോഷം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ജയിച്ചു വന്ന കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെയുള്ള UDF ഒറ്റ നിമിഷം കൊണ്ട് അതേ LDF-ഉമായിട്ട് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുചേരാൻ പോകുന്നു എന്ന വാർത്തകളാണ് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്.
ഇതിനെ എങ്ങനെയാണ് BJP നേതൃത്വം സമീപിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ UDF-ഉം LDF-ഉം തമ്മിലുള്ള ചർച്ചകൾ വളരെ സജീവമായി നടക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.